അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നീറിപ്പുകയുന്ന സൗദയുടെ ജീവിതം, അതെ, ഒരു നിമിഷത്തെ അഹങ്കാരത്തിന് അവൾക്ക് കിട്ടിയ ശിക്ഷ വളരെയധികം വലുതായിരുന്നു. ഇന്ന് ഞാനിപ്പോഴിതാ മറ്റൊരുത്തൻ്റെ ഭാര്യയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതും ഭാര്യയും മക്കളുമുള്ള മറ്റൊരുത്തൻ, തെമ്മാടിയായി നടന്നിരുന്ന ഒരുത്തൻ. അതിനെയാണ് ഉമ്മ എനിക്ക് വിവാഹത്തിന് വേണ്ടി ഉറപ്പിച്ചിരിക്കുന്നത്. ഒരിക്കൽ പോലും സൗദക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ അതിനിടയിൽ അനിയത്തിയുമായുള്ള അവൻ്റെ ഓരോ കൊഞ്ചലും കുഴയിലും എല്ലാം കൂടി കേൾക്കുമ്പോൾ ഭ്രാന്താവാണ് ചെയ്യുന്നത്. അതെ, ഉമ്മാക്കൊന്ന് പറഞ്ഞൂടെ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ പിന്തിരിയാൻ വേണ്ടിയിട്ട്? പക്ഷേ അതൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഉമ്മാക്ക്. അതെ, ഹസീന ചിരിക്കുന്നു, അവനോട് ഓരോന്ന് കൊഞ്ചുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ സൗദക്ക് ഭ്രാന്തിളകുകയാണ് ചെയ്യുന്നത്. കല്യാണം കഴിയുക അല്ലെ നിക്കാഹ് ചെയ്യിക്കണേ കുഴപ്പമില്ല, അതൊന്നും ഇല്ലാതെ ഒരുത്തനോട് ഇങ്ങനെ ഇത്രമാത്രം കൊഞ്ചിക്കൊഴിയാൻ ഒരു കാര്യം, അതും നവാസ്ക്ക് എടുത്ത് ഈ വീട്ടിൽ വെച്ചിട്ടാണ്. ഓരോരോ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ. പക്ഷേ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്തെങ്കിലും ഉമ്മയോട് പറഞ്ഞെങ്കിൽ തന്നെ അങ്ങനെയൊന്നും ഓള് ചെയ്യൂല, അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഉമ്മ അങ്ങോട്ട് കുറ്റപ്പെടുത്തും. എന്നാൽ ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടി അതാ സൗദ അവിടുന്ന് അപ്പുറത്തെ റൂമിലേക്ക് ചെല്ലുകയാണ്. ആ റൂമിൻ്റെ വാതിൽ പതുക്കെ ചാരിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നിമിഷം അവിടേക്ക് നോക്കിയ ആ ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തരിച്ചു പോയി. യാ റബ്ബേ, അവളുടെ കൈകാലുകൾ കുഴഞ്ഞു, അവളുടെ വായിൽ വെള്ളം വറ്റി, അവൾക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത അവസ്ഥ. പടച്ചോനെ, ഞാൻ എന്തേ കാണുന്നത്? അതെ, തെറ്റായ രീതിയിൽ അത് സത്താറ് ഹസീനയുടെ റൂമിനകത്ത് അവർ തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവൾ കണ്ടത്. യാ അല്ലാ, എന്താ റബ്ബേ ഞാനീ കാണുന്നത്? അവൾക്ക് എന്തൊക്കെയോ വിളിച്ചു പറയണം എന്ന് തോന്നി, പക്ഷെ കഴിയുന്നില്ല. അവൾ തളർന്നു പോയി. തളർന്ന് അവിടെ കണ്ട ആ ഒരു സോഫയിലേക്ക് അവൾ ഇരുന്നു. അല്ലാ പഠിച്ചോനെ, എന്താ ഞാനീ കാണുന്നത് റബ്ബേ? എന്നാൽ ഉമ്മയുടെ വിളി, സൗദാ സൗദാ. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒന്ന് ഇരിക്കുകയാണോ? എന്താടി എൻ്റെ തൊള്ളിയിൽ എന്താ പഴമുണ്ടോ? എന്താ മനുഷ്യൻ വിളിക്കുമൊന്നും മുണ്ടിയാൽ? അനക്ക് എന്തിൻ്റെ കേടാ? ഉമ്മ വേണ്ട, ഒന്നും എന്നോട് പറഞ്ഞ വേണ്ട. ഇതിലൊരു മാറ്റമില്ല. അതേ, പറയാനുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിക്കണ്. ഇനിയിപ്പോൾ ഇതിമൊരു മാറ്റില്ല. ഇനിയിപ്പോൾ എത്ര മോങ്ങിയിട്ടും കാര്യമില്ല. ഉമ്മ എന്താ സൗദ, ഒരക്ഷരം മിണ്ടി പോവരുത്. മാറ്റിക്കാനുള്ള ആൾക്കാരൊക്കെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിക്കണ്. അനക്കിപ്പോൾ കല്യാണം രണ്ടാമത്തതൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഈ ഒരു പുതിയ വീട്ടിൽ ആദ്യത്തെ കല്യാണമാണ്. അപ്പോൾ അതിനെ മട്ടം പോലെ തന്നെ നടത്തണം. അതിന് കുഞ്ഞിക്കതേൻ്റെ അടുത്ത് കായുണ്ട്. അതുകൊണ്ട് ഇജ്ജ് ബേജാറാണ്ട, മനസ്സിലായല്ലോ? എന്നാൽ അവൾക്കൊന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് അത് അവളുടെ റൂമിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞു. പഠിച്ചോനെ, എന്തൊക്കെ ഞാനീ കാണുന്നത്? എന്നാൽ ഒന്നും അറിയാത്ത പോലെ സത്താറ് അവിടെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. സൗദ, സത്താറിന് ചായ എടുത്തു കൊടുക്ക്. എന്നാൽ ശരിക്കും സൗദക്ക് എന്ത് പറയണമെന്നായിപ്പോയി. എന്താടി, എന്നെ കെട്ടാൻ പോണ ചെക്കനല്ല, ഒന്നുമില്ലെങ്കിൽ ഒരു ചായൻ്റെ എല്ലാം കാച്ചി കൊടുത്തൂടെ? എന്നാൽ ഹസീന ഒന്നും അറിയാത്ത പോലെ അതാ അവിടെ കിടക്കുകയാണ്. സൗദ, ഈ പെണ്ണിനെടുക്കുന്നത് എന്തിൻ്റെ കേടേക്കും റബ്ബേ? സൗദ, കൂളും കെട്ട് അവിടെ കിടന്നുറങ്ങണ പണിയാണ്. ഞമ്മക്ക് വേഗം പെട്ടെന്ന് കല്യാണം നിക്കാക്കാണ് കഴിച്ചണം, എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ. അതിനും വേണ്ടിയിട്ടാണ് പൊരുങ്ങി നിൽക്കുന്നത്. സൗദ, എന്താ റബ്ബേ ഈ പമ്പറന്നോള് ഇങ്ങനെ ആയി തീർന്നാൽ? ഒരു നല്ല ജീവിതം അമ്മ കൊടുക്കാമെന്നപ്പോൾ പുൾക്ക് പറ്റണില്ല. അല്ലാത്തൊരു പുതുമന്നത്, അല്ലാത്തൊരു ഗതിയേട്. എന്താണിത്? അങ്ങനെ അതാ ഉമ്മ തന്നെ നേരെ അടുക്കളയിലേക്ക് പോകുന്നു. ചോനെ, ഒരു ചായൻ്റെ ഗ്ലാസ് ഉണ്ടാക്കി കൊടുക്കാനോ ഇവൾക്ക് വയ്യ. ഓനിപ്പോൾ അവിടെ നമ്മളെ പെരീക്ക് വരുമ്പോൾ എന്തേ ഒരു ചായൻ്റെ എല്ലാം കൊടുക്കാഞ്ഞാൽ പറ്റുമോ? അപ്പോൾ അത് കൊടുക്കാഞ്ഞാൽ പറ്റൂലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ അപ്പം അത് കാട്ടോ ഓരോന്നിനെങ്ങനെ?
എന്നാൽ പെട്ടെന്ന് ഹസീൻ അങ്ങോട്ട് ഓടി വന്നു. ഉമ്മ, ഞാൻ ഉണ്ടാക്കി കൊടുത്തുള്ള ചായ. അല്ലെങ്കിലും എൻ്റെ കിറിവൊന്നും ഓൾക്കില്ല. ഒരു തുള്ളി ചാനൽ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും ഓള് ആ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല. ഉമ്മ, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം, മാറി കിട്ടി. അങ്ങനെതാ അവൾ അടുക്കളയിലേക്ക് എത്തി ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. നല്ലോണം പാൽ ഒഴിക്കണമായിരിക്കും ഇഷ്ടം. അല്ല, പാലിൽ വെള്ളമൊന്നും ചേർക്കണ്ടല്ലോ. പാല് കാച്ചിട്ട് അയക്ക് കണ്ട് ചായപ്പൊടി, അതും മൂപ്പർക്ക് കുറച്ച് സ്ട്രോങ്ങിൽ വേണം. അങ്ങനെ കൊടുക്കുകയാണ് നല്ലത്. ഉമ്മ ചായ തളിച്ചിക്കണ, ഇത്താത്തോണ്ട് കൊടുക്കാൻ പറയും. സൗദാ, സൗദാ. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമായി പോയല്ലത്. സൗദാ, ഒന്ന് നീച്ചാ ചായൻ്റെ എല്ലാം ഉണ്ടാക്കിക്കണ സീന. അനക്ക് അതിനെന്തെല്ലാം കയ്യില കൊണ്ടേ കൊടുക്കാനും കഴിയൂല. വല്ലാത്തൊരു പുതുമന്. വെറുതെ അല്ല എന്നെ നവാസ് കൊണ്ടുവരാൻ വരാത്തത്. ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് തന്നെയാണ്. ഇങ്ങനെയൊന്നും അല്ലേന് അവിടെ പോയതിൻ്റെ ശേഷം പറ്റ കണ്ട് കേടം നിൽക്കണ്. ഓള് പുത്തൻ വീട് തറവാട്ട് കണ്ട് എത്തിയതിൻ്റെ ശേഷം വല്ലാത്തൊരു പുതുമോ. ഉമ്മ, ഇതാ ചായ ഇക്കാക്ക് കൊണ്ടേ കൊടുത്താളി. അസീന, അത് സൗദന്നെ കൊണ്ടേ കൊടുക്കട്ടെ. ഓളെ കെട്ടാൻ പോണ ചെക്കനാണിത്. എന്നിട്ടിപ്പോൾ ഓളൊന്നും അറിയാതെ അവിടെ കിടക്കണം. സൗദ, റബ്ബേ. എന്നാൽ പെട്ടെന്ന് ഹസീന, ഞാൻ കൊണ്ടേ കൊടുത്തു, നിങ്ങൾ കാട്ടിക്കാൻ നിങ്ങൾ. ഇക്ക, ഇത് ചായ. സത്താർ ഓളുടെ മുഖത്തേക്ക് നോക്കി. ഹസീന, നിന്റെ ചായക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. അതേ, ഓളെ ചായക്ക് ടേസ്റ്റ് അതോ മറ്റോള് ഇട്ട അതിലേറെ ടേസ്റ്റ് ആയിക്കാരം. മറ്റോൾക്ക് ഇപ്പോൾ അതിന് ഒരുക്കല്ല. ഇനിയിപ്പോൾ പറഞ്ഞ മനസ്സൊക്കെ ഒന്ന് ലെവലാക്കാണ്ട്. ഏതായാലും അതിപ്പോൾ എന്തായാലേ കുട്ടിയൊക്കെ ഇപ്പം ഇല്ലാതായി പോയില്ലേ, അതിൻ്റെയൊക്കെ ബേജാറും വിഷമമൊക്കെ ഉണ്ടാവും. സത്താറേ, ഇജ്ജ് ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്കിപ്പോൾ എന്താ. എന്നാൽ സത്താറിൻ്റെ മനസ്സിലും പല പല ചിന്തകളായിരുന്നു. അല്ലെങ്കിലും സൗദയെ പേരിന് കെട്ടുക, സൗദയെ കെട്ടിന്ന് വിചാരിച്ചിട്ട് ഓളിൻ്റെ അടുത്തേക്ക് വരും തോന്നുന്നില്ല. പക്ഷെ ഹസീന ഉണ്ടല്ലോ പേരിന്. ഇതാ ഇത്രയും വലിയ കൊട്ടാരം വീട്ടിലെ മരുമകനും. എന്തൊക്കെ തന്നെയായാലും അതിനനുസരിച്ചൊരു പേരും കുഞ്ഞിക്കജാത്ത തിരഞ്ഞെടുത്തേക്കണ്. എന്നാൽ അവൻ ആ ചായ കുടിച്ചു. എടി, കടിയൊന്നും കൊണ്ടേ കൊടുക്കണില്ലേ? എന്നാ ഇത് കൂട്ടിക്കോളി. കടിയൊന്നും വേണ്ടുമ്മ, ചായ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഹസീന, അല്ല നീ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിരുന്നോ? എന്നാൽ അത് കേട്ട് ഉമ്മ ചിരിച്ചു. ഓൻ്റെ ഒരു തമാശ കണ്ടില്ലേ. ഓളൊന്നും പഠിച്ചിട്ടില്ല, ഡിഗ്രി അല്ലേ പഠിച്ചത്. ഓളിപ്പം അതൊന്നും പഠിച്ചിട്ടില്ല. ഒന്നും അടുപ്പത്തൊക്കെ വരൂലേ, തിരിഞ്ഞ് നോക്കൂലോള്. ഇപ്പം എന്തെന്നാ അനക്കൊരു ചായ ഉണ്ടാക്കി തന്നത്. ഇവിടെ അടുപ്പത്ത് എത്രങ്ങാനും പണിയുണ്ടല്ലോ. പെണ്ണിൻ്റെ കുട്ടിയാണേ ഓള് വരൂല. അങ്ങനെയാണ്. അതിനൊക്കെ ഉഷാറിൻ്റെ സൗദന്യാണ്. ഓള് വെച്ചുണ്ടാക്കാനും അടിച്ചാനും വാരാനും തുടക്കാനും മോറാനും ഒക്കെ നല്ല ഉഷാറാണ്. ഇവളതിന് കിട്ടൂല. ഓൾക്ക് കുറച്ച് നെളിഞ്ഞ് ഒരുങ്ങി ഇങ്ങനെ നടക്കണം. മുടിയൊക്കെ ഒന്ന് വാർന്ന് സ്റ്റൈലാക്കി നല്ല മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട്. ആദ്യം ഒന്നും ഓൾക്ക് ഇല്ലേനു നമ്മളാ പരിയിലായിരുന്നു. ഇപ്പം പിന്നെ കണ്ടമാൻ ഡ്രസ്സ് പോരാത്തിന് എജ്ജ് കൊടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെ പാടായിട്ട് ഓള് നിലത്തൊന്നല്ല. ഓള് പറഞ്ഞ് എനിക്ക് പുതിയാപ്പിളായിട്ട് ഡോക്ടറുമാണ്, എൻജിനീയറും വേണം, വക്കീലിനെ വേണം, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ബിസിനസ് വേണം. എന്താ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു പൗറുന്നോ. അതിനെന്താ, നമുക്ക് ഹസീനക്ക് നല്ലൊരു ചെക്കനെ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണമല്ലോ. സത്താറിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, ഇജ്ജ് കൊണ്ടു നല്ലതൊക്കെ ആദ്യം ഇങ്ങോട്ട് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് മതി ബാക്കി. നേരം വെക്കിയിട്ടൊന്നുമില്ലല്ലോ. എന്നാൽ ഒളികണ്ണോടെ അത് ഹസീന സത്താറിനെ നോക്കി. അവൻ കണ്ണിറുക്കി കാണിച്ചു. എന്നാൽ സൗദയോട് ഉമ്മ ചെന്ന് പറഞ്ഞു, സൗദാ മോളെ. എന്താ എൻ്റെ പൊന്നാര പെണ്ണേജ്. ഉമ്മ, എന്താ എന്തിനെ വിളിക്കണ്? ഒന്നുമില്ല പെണ്ണേ, ഇന്നല്ല നാളെ മറ്റന്നാളെ നമുക്ക് നിക്കാഹിൻ്റെ ഇത് ഉറപ്പിച്ചാളാണ്. ഇജൊന്ന് ആക്റ്റീവാകുക. ഓനിപ്പം കൊണ്ട് ഉഷാറ് കൂടി വന്നിക്കണ്. ആദ്യം എത്ര വെടുപ്പും വൃത്തിയും സൗന്ദര്യമൊന്നും ഇല്ലേന്. ഇപ്പം കണ്ട് സത്താറ് മൊഞ്ചനയിക്കണേ. ഇപ്പോഴേ കുടിയില്ല വലിയില്ല ഒന്നുമില്ല, നല്ല മട്ടത്തിലാണ്. എന്താന്ന് ഓനെയാണ് മാറ്റി പോകുമ്പോഴൊക്കെ പുതിയാപ്പിളാർ ഇറങ്ങണ മാതിരിയാ. അത്ര മൊഞ്ചാൻ്റെ നവാസൊക്കെ അവിടെ നിൽക്കുള്ളൂ. ഇജേ വേറൊന്നും ചിന്തിക്കണ്ട. ഉമ്മ, ഒരിക്കലും സത്താർക്കായിട്ടുള്ള കല്യാണത്തിന് എനിക്കിഷ്ടമല്ല. എൻ്റെ പൊന്നാര പെണ്ണെ, നാവുകൊണ്ട് അത് പറയരുത് കേട്ടാ. ഇതെന്താടി, ഞാൻ ഇവിടെ എന്തെങ്കിലും ഒന്ന് കാട്ടും. എന്നാ പിന്നെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ
ഇജ്ജ് സമ്മതിക്കാത്ത പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സത്തർക്കൊക്കെ നല്ലത് ഹസീനാണ്. ഹസീനനെ കല്യാണം കഴിച്ചു കൊടുക്കണം നല്ലത്. ഇജ്ജ് എന്താടിയാ പറയണത്? ഇജ്ജ് എട്ടും പെട്ടും തിരിയാത്ത പെണ്ണിനെ കുറിച്ച് ഓരോന്നും പറയല്ല കേട്ടോ. എട്ടും പെട്ടും തിരിയാത്ത പെണ്ണാണല്ലേ ഓള്? എനിക്ക് മനസ്സിലായി. അതേ, ഇജ്ജ് എൻ്റെ മറ്റേ നാവുകൊണ്ടൊന്നും പറയാൻ നിൽക്കല്ലേ. ആ നല്ലൊരു പെണ്ണിനെ ഇജ്ജ് ഏതായാലും ഇങ്ങനെ ആയിപ്പോയി. ഇനി ഓളും കൂടി ഇതാക്കല്ലേ. ഉമ്മ, ഏയ്, ഞാൻ തെറ്റൊന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഉമ്മ. ഒരിക്കൽ പോലും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എടി, അനക്ക് എന്തിൻ്റെ കേടാ? ഒന്നും ചിന്തിക്കണം, ഒന്നും പറയണ്ട. അഥവാ ഇജ്ജെങ്ങാനും ഒരു കല്യാണത്തിൽ നിന്ന് വേർപിരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് മാണ്ടാന്നെങ്ങാനും പറയണമെങ്കിലേ പിന്നെ ഒരിക്കലും ഈ ഉമ്മാനജ് കാണൂല. എന്താ എൻ്റെ പേരിലേ മയത്തിസ്കരിച്ചോണ്ടി, അപ്പോൾ എനിക്ക് മനസ്സിലായിക്കോളും ഉമ്മാൻ്റെ വില എത്ര എന്നുള്ളത്. എന്നാൽ അത് കേട്ടപ്പോൾ സൗദക്ക് നിയന്ത്രണം സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ ഭീഷണിപ്പെടുത്താണ്. ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ എന്നെ പിന്നെ ഇടി എന്ത് മോങ്ങണ്. പിന്നെ ആൾക്കാരെ മുമ്പിലൊക്കെ ഒരു പേരുണ്ടാവും, ഉമ്മാനെ കൊന്നോളൂ എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ പേരിൽ ജയിലിലും പോണ്ടി വരും. കാലാകാലം ഉള്ളിൽ അഴി എണ്ണി അങ്ങനെ കെടുക്ക. എൻ്റെ വാക്കിന് വില വെക്കാതെ ജന്തിച്ച കാട്ടിക്കോ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കജ തകത്തേക്ക് പോയി. എന്നാൽ സൗദ നിശബ്ദമായി നിന്നു. അതെ, ആരുടെയൊക്കെയോ ഇഷ്ടത്തിന് സമ്മതത്തിന് ഞാൻ ഒരു ബലിയാടാവേണ്ടി വരുന്ന അവസ്ഥ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ കുഞ്ഞിനെ കുറിച്ചോർത്തു. തൻ്റെ സ്ഥലങ്ങളിൽ ഇപ്പോഴും പാല് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഉമ്മ പറയും ചുടുവെള്ളം വെച്ച് നല്ലോണം കണ്ട് ഒഴിഞ്ഞാളാ, അപ്പം അതൊക്കെയാണ് പോയിക്കോളുന്നുള്ളത്. പക്ഷേ എന്തൊക്കെ തന്നെയാലും എൻ്റെ കുഞ്ഞിനെ എന്താ ചെയ്തത്? മരിച്ചു പോയി എന്തൊക്കെയോ ഉമ്മ പറയും. ഞാൻ ആരോട് ചോദിക്കാം? എനിക്കറിയുന്നില്ല. എൻ്റെ കയ്യിലൊന്നുമില്ല, ഒരു ഫോണും ഇല്ല. പലവട്ടം ആഗ്രഹിക്കും ഐഷുമ്മയോടൊന്ന് വിളിച്ച് കരഞ്ഞ് മാപ്പ് പറയണമെന്ന്. കാരണം ഞാൻ ചെയ്ത് കൂട്ടിയത് അത് അഹങ്കാരം കൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടി. ഇപ്പോൾ കുഞ്ഞും നഷ്ടപ്പെട്ടു. ഞാനൊരു ഭ്രാന്തിയെ പോലെയാണ്. അതെ, സൗദക്ക് മാനസികം പോലെ തന്നെയാണ്. അവൾക്ക് ശരിയാവണ്ണം വസ്ത്രം കാര്യങ്ങൾ ഒന്നും മാറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, മുടി വാരുന്നില്ല, ഒരു കഥ. എന്നാൽ ഉമ്മ അവളുടെ അടുത്തേക്ക് വീണ്ടും വന്നു. എടീ പിരാന്തത്തിയെ, ഇജിപ്പോൾ ശരിക്കൊരു പിരാന്തത്തി തന്നെയാണ്. ഈ ഒരു രീതിയിൽ എന്നെ ആരെങ്കിലും കണ്ട എന്താ ഇജ്ജ് വിചാരിച്ച? ഏതീ സുഖമില്ലാത്ത പിരാന്തത്തി വിചാരിക്കൂലേ? ഈ പെരക്ക് തന്നെ എന്നെ ഒരു വൃത്തികേടായി നിൽക്കുകയാണ്. പെട്ടെന്ന് ഹസീൻ അങ്ങോട്ട് വന്നു. എന്താ ഉമ്മ പ്രശ്നം? അല്ല, ഇവളൊരു ചേലും കോലും കണ്ടാലേ എന്താ ഒരു നല്ല തുണിയും കുപ്പായ എടുക്കുക, മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടി നന്നാക്കി, ഒന്നുമില്ല. ഒരു കഥയിൽ അങ്ങനെ ഇരിക്കവള്. എന്തിൻ്റെ കിടങ്ങത്ത് ഓരോന്ന് പെരിയിലുണ്ടായി. എൻ്റെ ഉമ്മ എന്തൊക്കെ തന്നെയാലും ഇത്താത്താക്ക് ഈ രീതിയിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടേയിടുമ്മ. നിങ്ങൾ എന്തേ കാട്ടണത്? അവിടെ എവിടെ കൊണ്ടേയിട്ടൂല. അല്ലാതെ ഇവിടെ നിന്നാലേ ഈ വീടിനനുസരിച്ച് ഒരിക്കലും ഇത്താത്ത ആവില്ല. ഇത്താത്ത വളരെയധികം മോശം പ്രവൃത്തി ആണ് ചെയ്തതും ചെയ്യാനുള്ളതൊക്കെ. ഇനി ഇത്താത്തനെ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്നാൽ ഹസീനയുടെ ആ വാക്ക് കേട്ടപ്പോൾ ദയനീയമായി സൗദ അവളെ നോക്കിയെന്നല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. ആരാണ് വൃത്തികേട് കാണിച്ചത് എന്ന് അവൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ പ്രതികരിച്ചാൽ ആരും എന്നെ അനുസരിക്കില്ല, അതുറപ്പാണ്. അവൾ വിതുമ്പി കരഞ്ഞു. എന്താ ഇത്താത്ത നിങ്ങളെ കഥ? അല്ല ഇവര് കല്യാണമാണോ നിങ്ങൾ നടത്താൻ വേണ്ടി നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? രണ്ടൊക്കെ ഒന്ന് ഭ്രാന്തുണ്ടോ? എന്താടി? ഒന്നുമില്ലേ. അതും പറഞ്ഞ് അവൾ അപ്പുറത്തേക്ക് പോയി. എന്നാൽ ഈ സമയം സത്താർ സിറ്റൗട്ടിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. പിന്നെ എന്നാൽ ഞാനിറങ്ങട്ടെ. ചായ ഗ്ലാസ് നേരെ ഹസീനയുടെ നേരേക്ക് നീട്ടി. എന്നാ ഈ ഗ്ലാസ് പൊട്ടണ്ട, കൊണ്ടുപോയി വെച്ചോ. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഹസീന അത് വാങ്ങുമ്പോൾ അവളുടെ കൈകൾ അവൻ അറിയാത്ത രീതിയിൽ ഒന്ന് തൊട്ടു. എൻ്റെ ഇക്കാക്ക വല്ലാത്ത പൊയ്ക്കോളെ ഹസീന. കാണണം കേട്ടോ. കല്യാണമാണ് കേട്ടോ നിങ്ങളെ. അതൊക്കെ അടിപൊളിയായിട്ട് കഴിക്ക. ഇനി എവിടേക്ക് വീട്ടിൽ വീട്ടിൽ എൻ്റെ പെണ്ണും പിള്ള കാത്തിരിക്കുന്നുണ്ടാവും. ഒന്ന് പോയി നോക്കട്ടെ. നല്ല രീതിയിലാണെങ്കിലേ നമ്മൾ നന്നാണല്ലോ.
ആ ചെല്ലി. അങ്ങനെ അതാ ഹസീന അയാൾക്ക് ടാറ്റ കൊടുത്ത് പറഞ്ഞേക്കുന്നു. എന്നാൽ അത് ഒരു നിമിഷം ഉമ്മ കണ്ടു. അല്ല പെണ്ണെ, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാണ്, എന്തിനിപ്പ ഇജ്ജ് സത്താറിനായിട്ട് ഇത്രമാത്രം കൊഞ്ചിക്കോയണേ? എൻ്റെ പൊന്നാരും അളിയനല്ലേ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അളിയനും മോളും തമ്മിലുള്ള ബന്ധം എന്താ? എന്താണ് അളിയനെന്ന് വെച്ചാൽ എന്താണ്? ഉം, അതെ, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്. അങ്ങനെ ആവുമ്പോൾ അനിയത്തിമാർക്കും ഉണ്ടാവില്ലേ ഒരു സ്വാതന്ത്ര്യമൊക്കെ. ഞാൻ ആ രീതി ഒന്ന് കാണിച്ചിട്ടുള്ളൂ. ആ, ആയിക്കോട്ടെ, അങ്ങനല്ലേ. ആ, ഓനെ വിഷമിപ്പിക്കണ്ടേ. നമുക്കിപ്പോൾ എല്ലാ കാര്യത്തിനും ഓനല്ലേ ഉള്ളത്, വേറെ ആരും ഇല്ലല്ലോ. സൗദിയുടെയും ഉമ്മയുടെയും സംസാരം അവൾ അകത്തേക്ക് പതുക്കെ കേട്ടു. അല്ലാ. എന്നാൽ ഈ സമയം അതാ ഉമ്മ കല്യാണം നിക്കാവും ഒക്കെ ഒരുമിച്ചുണ്ടാക്കണം. കുറച്ച് ആൾക്കാരൊന്നും വിളിച്ചോ, നമ്മളെ പേരെ നാട്ടുകാരൊന്ന് കാണിക്കണമല്ലോ. ആ, അന്നിപ്പോൾ കുടിരിക്കലിന് കുറേയൊക്കെ ആൾക്കാരിഞ്ഞു, പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം കൂടി ആകുമ്പോഴേ അത് എല്ലാവർക്കും ഇപ്പം അറിയാം ഇത് തെറ്റി വന്ന് നിൽക്കുകയാണ്, നവാസിനായിട്ട് ബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല എന്നൊക്കെ. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒന്നും മുടക്കൊന്നും വേണ്ട. ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരും കൂടി കണ്ട് പറയാണ്ട്, അതിനനുസരിച്ച് 2 ദിവസം കൊണ്ട് 2-3 ദിവസത്തിനുള്ളിൽ നമുക്കതുകൊണ്ട് ആക്കാം. സൗദ ശരിക്കും ഞെട്ടിത്തെറിച്ചു. ഉമ്മ വേണ്ട, ഈ മിണ്ടന്നെ വേണ്ട, ഒരക്ഷരം ഈ മിണ്ടണ്ട. എനിക്ക് അറിയാലോ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. ഇജേ കല്യാണ വീടൊരു മരണ വീടാക്കരുതിട്ടാ. അയ്യ മറക്കണ്ട. എന്നാൽ സത്താറിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് വെറുപ്പും അറപ്പുമാണ് വന്നത്. എൻ്റെ റബ്ബേ, അത്രക്ക് ഹറാമ ചെയ്യുന്ന ചങ്ങായി. ഛേ. എന്നാൽ ഉമ്മയോട് പറയാൻ അതെങ്ങനെങ്കിലും പറഞ്ഞു മുടക്കിയേ മതിയാവൂ. ഉമ്മ അടുക്കളയിലേക്ക് പോയി. നേരെ അതാ സൗദി. ഉമ്മ. എന്താടി? ഉമ്മ, ഞാൻ ഒരു കാര്യം പറയാം, എനിക്കൊരിക്കലും ഇത് വേണ്ട. അപ്പം എൻ്റെ മയ്യത്ത് കാണാനാണ് എനിക്ക് പൂതി അല്ലേ? ആയിക്കോട്ടെടി, ആയിക്കോട്ടെ. ഉമ്മാരോടുള്ള സ്നേഹത്തിലുള്ള നിങ്ങളൊക്കെ നല്ല രീതിയിലാകാൻ ഞാൻ ആഗ്രഹിച്ചാണ്. പക്ഷെ നിങ്ങൾ എൻ്റെ മയ്യത്തെടുത്തിട്ടേ അടങ്ങുള്ളൂ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ. ഉമ്മ കരയാൻ തുടങ്ങി. എന്നാൽ അത് കേട്ടപ്പോൾ സൗദക്ക് പെട്ടെന്ന് വല്ലാത്ത സങ്കടം വന്നു. ഉമ്മ. എന്നാൽ ഹസീന, അല്ലുമ്മ, എന്താ നിങ്ങളെന്തിനാ? അല്ലേ, ഓള് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ഈ കല്യാണം എങ്ങാനും മുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയൂല. ഞാൻ കാര്യം പറയണത്, ഞാൻ ഇവിടെ ഉണ്ടാവില്ല, പരലോകത്തായിരിക്കും. നിങ്ങൾ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ജീവിച്ചോളൂ. ഉമ്മാൻ്റെ വാക്കൊന്നും അനുസരിക്കാതെ ജീവിച്ചോൾക്കൊന്നും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എന്തൊക്കെയാണ് ഉമ്മ നിങ്ങളീ പറയണത്? നിങ്ങൾ പരലോകത്തേക്ക് പോകാനായിക്കട്ടെ, നിങ്ങൾ പോയിക്കൂടെ? അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഹസീനയുടെ വാക്ക് കേട്ട് ഉമ്മ ഞെട്ടിയേടി. എനിക്കൊക്കെ പൂതി അതാണല്ലേ ഞാൻ പെട്ടെന്ന് മരിക്കാന്നുള്ളത്. എൻ്റെ പൊന്നാരുമ്മ, ഞങ്ങളൊക്കെ ഒന്ന് എവിടെയും പോയെങ്കിലല്ലേ നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ പറ്റുള്ളൂ. എന്താണ് ഈ പറയണത്? അല്ലേ, എനിക്കിപ്പോൾ ഈ വലിയൊരു വീടും ഈ വീട്ടിലേക്ക് നല്ലൊരു ഡ്രൈവറും ഒക്കെ എല്ലാം കൂടി ആയി വരുമ്പോഴല്ലേ നമുക്ക് നമ്മളുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. ആ ഉമ്മ, അമ്മാനോട് കാര്യം പറയാൻ മറന്നു. എന്താടി? അതെ, എനിക്ക് ഡ്രൈവിങ് പഠിക്കണം. വീട്ടിൽ കാറുണ്ട് വിചാരിച്ചിട്ട് എപ്പോഴും സത്താർക്കാർ ഇങ്ങനെ കിട്ടുമോ? ഇനിയിപ്പോൾ ഇല്ലാത്തപ്പോൾ എനിക്ക് കാറ് പഠിക്കണം. എന്തായാലും കാറ് പഠിക്കേ ഇനിയിപ്പോൾ. ആ ഉമ്മ, എല്ലാവരും പഠിക്കുക, ഞാൻ മാത്രമേ പഠിക്കാത്തുള്ളൂ. അപ്പോൾ കാറ് പഠിക്കണം. എവിടെ പോയിട്ട്? ഡ്രൈവിംഗ് സ്കൂളിൽ പോകേണ്ട എന്താവശ്യമാണ്? ഇവിടെ തന്നെ ഹെവി ഡ്രൈവറില്ലേ? ആ ഒരു ഹെവി ഡ്രൈവർ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എന്തൊരു ആവശ്യം ഉമ്മ അതിന്? ഒന്നുമില്ലല്ലോ, ഇവിടെ തന്നെ നല്ല ഡ്രൈവർ ഉണ്ട്. പിന്നെ അതിൻ്റെ മേൽക്കൂടെ ഡ്രൈവിംഗ് സ്കൂൾ, അതൊക്കെ ലൈസൻസ് എടുക്കാൻ മാത്രമായി ഇട്ട് പഠിക്കാൻ പോയാൽ പോരെ. അല്ലാതെ ഇപ്പോൾ അല്ല, എനിക്ക് വേഗം പഠിക്കണം. ഇവിടെ വീട്ടിൽ നല്ല വിലപിടിപ്പുള്ള കാറൊക്കെ പിന്നെ ഉമ്മ എന്തിനു വാങ്ങിച്ചു വെച്ചതാ? ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടോ? അല്ല, ഇതിപ്പോൾ സത്താർക്കൊക്കെ മാത്രം ഓടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നാര പെണ്ണാർക്ക് പിന്നെ ആക്കാം. ഇപ്പം ഈ കല്യാണത്തിന് തിരക്കിൽ ഇപ്പം ചെയ്യുമ്പോൾ അതിനെന്താ ഉമ്മ, ഒന്നും കുഴപ്പമില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്തിന്? ഹലോ സത്തർക്ക, നിങ്ങളെവിടെ? ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണ പെണ്ണേ. എന്താ കാര്യം? എൻ്റെ സത്താർക്ക, നിങ്ങൾക്ക് അർജൻറ്റാണ് വീട്ടിൽ പോവാൻ? അത് മക്കൾ കാത്തിരിക്കുന്നുണ്ടാവും, എൻ്റെ ഭാര്യയും. നല്ല രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ പിന്നെ പിണക്കണ്ടല്ലോ. ഓ, അല്ലെങ്കിലും ഭാര്യയോടാണല്ലോ ഭയങ്കര സ്നേഹം. എന്താ വേണ്ട കാര്യം പറയും. അതെ, എനിക്ക് കാറ് പഠിക്കണം. നിങ്ങൾ എപ്പോഴും വരിക? ഓ, അതാണോ? അതൊക്കെ എപ്പോഴും ഞാൻ ഫ്രീ അല്ലേ. എന്തായാലും ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, പിണക്കണ്ടല്ലോ.
ഉം, ആയിക്കോട്ടെ. അങ്ങനെ ഏതാ സത്താർ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഉപ്പച്ചിയെ കാത്തിരിക്കുന്ന പൊന്നുമക്കൾ. ഡീ, അല്ല ഇക്ക വന്നോ? ഓഹ്, ഞാനിങ്ങനെ ഫോണ് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഇക്ക വിളിക്കും നിങ്ങൾ പറഞ്ഞില്ല അങ്ങോട്ട് വിളിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ വിളിക്കാതെ നിന്നതാണ്. എനിക്ക് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. എൻ്റെ ഇക്കാൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാനെ കിട്ടിയപ്പോൾ എനിക്കിപ്പോൾ എപ്പോഴും വിളിക്കണം തോന്നുകയാണ്. ഇതാ മക്കൾക്ക് ഇതൊക്കെ എടുത്തു കൊടുക്ക്. അങ്ങനെ നല്ല ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ ആയിട്ട് അന്നും അവളുടെ ഉപ്പച്ചി അവരുടെ അരികിലേക്ക് എത്തി. എന്നാൽ അവൾ വേഗം ഭക്ഷണം വിളമ്പാനൊക്കെ പോയി. ഇക്ക, കൈ കഴുകിക്കോളി, ഞാൻ ഭക്ഷണം വിളമ്പാം. എനിക്കൊന്നും വേണ്ട. അതെന്താ? അല്ല, എനിക്കൊന്ന് ഒരിടം വരെ പോവാണ്ട്. അപ്പം ഇക്ക എന്നും വിടല്ലേ? എന്നോട് പറഞ്ഞിരുന്നല്ലേ ഇടക്കൊക്കെ. സത്യം പറഞ്ഞാൽ അവൾക്ക് അത് വല്ലാത്തൊരു സങ്കടമായി. ഇക്ക, എന്ത് ഫുഡ് കഴിക്കാത്തേ? ഞാൻ എന്നും നിങ്ങൾ വരും കരുതി ഉണ്ടാക്കി വെക്കും. എന്തിനാ അത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ വന്നിട്ടൊക്കെ ഉണ്ടാക്കിയാൽ പോരെ, വെറുതെ നിന്നെ ഫുഡ് വേസ്റ്റ് ആക്കണ്. അല്ല, അങ്ങനെയല്ല. ഞാൻ എന്നിട്ട് പിറ്റേന്നത് ചോറൊക്കെ തിളപ്പിച്ച് വെച്ച് ഞാൻ കഴിക്കാറാണ് പതിവ്, കളയാറില്ല. അങ്ങനെ തന്നെ മക്കൾക്കും. പിന്നെ എനിക്ക് വേണ്ടി ഭക്ഷണം കാര്യങ്ങളും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും വരിക. അല്ലക്ക, നിങ്ങളെന്താ പെട്ടെന്ന്? നിങ്ങൾ ഞാൻ വിചാരിച്ചിന്ന് ഇവിടെ നിൽക്കുന്നു. അല്ല, ഞാൻ കുറച്ച് തിരക്കുണ്ട്, എനിക്ക് പോകണം. ഇക്ക, ഇന്ന് പോകണ്ട. എന്നാൽ മക്കള്, ഉപ്പച്ചി ഇന്ന് പോകണ്ട ഉപ്പച്ചി, പ്ലീസ് ഉപ്പച്ചി, ഞങ്ങൾക്ക് ഉപ്പച്ചിയെ കാണാൻ കൊതിയായിട്ടുണ്ട് ഉപ്പച്ചി. ആ, എന്നാൽ അപ്പോഴേക്കും വീണ്ടും അത് കോൾ വരുന്നു. ഹലോ ഇക്ക. അല്ല, എന്താ, ഞാൻ വെയിറ്റ് ചെയ്യണോ അതോ? ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഇക്ക, ആര് വിളിച്ചത്? അത് എൻ്റെ ഫ്രണ്ടാണ്. ഓ, എന്തിനാന്നാവല്ലേ? അവന് പെട്ടെന്ന് എവിടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടേ. എൻ്റെ പൊന്നാരിക്ക, ഇവിടെ വരുമ്പോഴെങ്കിലും നിങ്ങൾ ഒന്ന് നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ. ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച്, സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണാനുള്ള കൊതി കൊണ്ടാണ്. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ ഏതാ സത്താർ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദയനീയമായി അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇക്ക, നല്ലൊരു ജീവിതം തുടങ്ങിയെന്ന് വിചാരിച്ചതാണ്. എൻ്റെ ഇക്ക ഇനിയും പഴയ പോലെ ആവരുത് കേട്ടോ. എന്ത് നീ പറയുന്നത്? അല്ല, ഒന്നിലും പെട്ടു പോവരുത്, വേണ്ടാത്തതിലൊന്നേ. പഠിച്ചു എല്ലാം കാണുന്നുണ്ട്, നല്ലൊരു മാസമൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തെറ്റൊന്നും ചെയ്യാത്ത രീതിയിൽ കേട്ടോ. അതെ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഉപദേശം. നിനക്കറിയാലത്. നീ എന്നെ പലവട്ടം ഉപദേശിക്കും, പക്ഷെ ഞാനത് സമ്മതിക്കാറില്ലല്ലോ. എനിക്ക് ആ ഉപദേശത്തിനോട് വലിയ താല്പര്യമില്ല. തൽക്കാലം ആ ഉപദേശം അങ്ങ് മാറ്റി വെച്ചേക്ക് കേട്ടോ. ഉപദേശിക്കുന്ന എനിക്ക് കണ്ടൂടാ. എന്തിനുപദേശിക്കുന്നത്? ഇക്ക, അതല്ല, എൻ്റെ ഇക്ക എന്നും നല്ല രീതിയിൽ എനിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കിപ്പോൾ ദുശ്ശീലം കാര്യങ്ങളൊന്നുമില്ല. ഇക്ക, ഞാൻ പഠിച്ചവനോട് 5 വക്തും തേടാറുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കി തരണേ എന്നുള്ളത്. കൂടുതലൊന്നും പ്രാർത്ഥിക്കണ്ട, കുറച്ചൊക്കെ മതി. എന്തൊക്കെ അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ പഠിച്ചവനാണ് കളിയാക്കുന്നത്. അതല്ല, ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാൽ കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് എന്നെ കൂടുതൽ നന്നാക്കണ്ടെന്ന് പറയാം. ഈ ഒരു ലിമിറ്റിന് മതിയെന്ന്. അത് തൻ്റെ ഭർത്താവിൻ്റെ ചതികളൊന്നും പാവം പെണ്ണറിയുന്നില്ല. അവൾ സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഭക്ഷണം വിളമ്പിക്കൊടുത്തപ്പോഴേക്കും എനിക്ക് വേണ്ട, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. ഇക്ക, നിങ്ങളുടെ ദേഷ്യം പിടിച്ച് അല്ലല്ല, അത്യാവശ്യമായിട്ട് ഒരാൾ വിളിക്കുന്നുണ്ട്, അതിന് വേണ്ടി പോകുകയാണ്. എന്നാൽ അത് ഹസീനയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ് എന്നൊന്നും അവർ അറിഞ്ഞില്ല. സന്തോഷത്തോടെ സത്താർ അതിനു വേണ്ടി പോകുന്നു. എൻ്റെ ഒരു ഭാഗ്യങ്ങളെ, എന്താ ഇത്, തലങ്ങും വിലങ്ങും പെണ്ണുങ്ങൾ തന്നെ. ഇപ്പോൾ ഹസീന, ആ ഇളം പെണ്ണാണ് എന്നെ വിളിക്കുന്നത്. ഓരോ കുട്ടികളുടെ ഒരു കാര്യമേ. എന്തൊക്കെ തന്നെയാലും ദുഷ്സ്വഭാവങ്ങൾ മാറ്റിയതൊക്കെ നന്നായി. അതുകൊണ്ടിപ്പോൾ ഒരു വെടിക്ക് 2ഉം 3ഉം പക്ഷികളൊക്കെയാണ് ഒരുമിച്ച് വീഴുന്നത്. എന്നാൽ ഹസീന അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഉമ്മ പറഞ്ഞു, അല്ല സീന, ഇപ്പം അതിന് നിൽക്കണ്ടേ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്താറ് വണ്ടിയുമായി വരുന്നു. ഹസീന, എന്തായി ഇപ്പോഴെന്താ പെട്ടെന്നൊരാഗ്രഹം വന്നത്? എൻ്റെ പൊന്നാര മോനെ, എന്നോടത് പറയാൻ ഓൾക്ക് ഇപ്പോൾ പിടിച്ചൊരു പൂതി. എന്താന്നില്ലേ? എന്നാൽ കയറിയിരിക്കുക ഡ്രൈവിംഗ് സീറ്റിൽ. അല്ലോ, ഞാനോ? പിന്നെന്താ, ഞാനാണോ?
പഠിക്കുന്നത്? ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കെ എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് ഫസ്റ്റ് ക്ലാസ് ഞാൻ എടുത്തു തരാം. എന്നാൽ ഉമ്മ അത് കണ്ട് ചിരിച്ചിൻ്റെ പൊന്നാര പെണ്ണ് ഇപ്പം എനിക്ക് നിൽക്കണം, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോരെ. എൻ്റെ ഉമ്മ എന്ത് കല്യാണം? എന്നാൽ സൗദ അത് കേൾക്കുന്നു. പഠിച്ചോനെ ഇവരിത് എന്തിൻ്റെ ഇതാണ് എനിക്കറിയില്ല റബ്ബേ, എനിക്കൊന്നിനും കഴിയണില്ല അല്ലാ. ഉമ്മയും മോളും ഒക്കെ കണക്ക് തന്നെ പഠിച്ചോനെ. എന്നാൽ ഈ സമയം അവിടെ സ്റ്റാർട്ടിങ്ങും ഗിയറ് കാര്യങ്ങൾ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു സത്താറ്. എന്നാൽ ഈ സമയം ഉമ്മ പഠിച്ചോനെ ഇനിയിപ്പോൾ കാര്യപ്പെട്ട ആൾക്കാരോടൊക്കെ ഒന്ന് പറയണല്ലോ. മോനെ സത്താറെ ഇനി മതി, നാളെ പഠിപ്പിക്കുക, ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞില്ലേ. അല്ല എന്നൊക്കെ ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കേണ്ടത് ഇത് ഇനിയും എന്താ ഇത്രയധികം ടൈം നീട്ടാൻ? അത് പിന്നെ ഉണ്ടല്ലോ, ഒരു 2-3 ദിവസം കൊണ്ടാണ് സെറ്റാക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ ഒരു ടീമിനെ ഏൽപ്പിക്കാം. പിന്നെ അതായിരിക്കും നല്ലത്. പിന്നെ കൂടുതലായിട്ട് ആളുകളെ വിളിക്കേണ്ട എന്നാണ്. അതെങ്ങനെ? കല്യാണമാണെങ്കിലും കളിയാട്ടാണെങ്കിലും ആൾക്കാരെ വിളിക്കാഞ്ഞാൽ നമ്മളെ വീട് കാണുമോ, കാറ് കാണുമോ? ഒക്കെ കാണണം. കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും വിളിക്കണം. അങ്ങനെ നല്ല വട്ടത്തിൽ ഒരു നിമിഷം സത്താറിൻ്റെ മനസ്സിൽ ഓ എൻ്റെ ഭാര്യ മക്കൾ അവരെങ്ങനെ അറിയാനാ, ഒരിക്കലുമില്ല. എന്നാൽ ആ സുന്ദരമായ നിമിഷത്തിന് വേണ്ടി സത്താർ കാതോർത്തിരിക്കുകയാണ് ഉമ്മയും. എന്നാൽ സൗദ അത് അവളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും ഒരു മാനസിക രോഗിയായ രീതിയിലാണ് അവളുടെ കാട്ടിക്കൂട്ടലുകൾ ഒക്കെ കാണുന്നത്. കാരണം അത്രക്കും ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാഴ്ച കണ്ടതും തന്നെ ഇഷ്ടമില്ലാത്ത മറ്റൊരാളുടെ മേലിൽ കെട്ടിവെക്കുന്നതും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ അവൾ ആകപ്പാടെ ഒരു ഭ്രാന്തൻ ലുക്കിൽ തന്നെയാണ്. എൻ്റെ പൊന്നാര സൗദ, ഈ ആ മുടിക്കൊന്ന് വാർന്ന് കെട്ടിക്കൂടെ? അല്ലെ എൻ്റെ മുടിയെ മുറിക്കും നോക്കിക്കോ. എൻ്റെ മുട്ടോളം വരുന്ന മുടി ഉണ്ടല്ലോ, ഇതിങ്ങനെ അഴിച്ചിട്ട് നിൽക്കരുത്. അതൊക്കെ നല്ല മട്ടത്തിൽ വാർന്ന് മുടഞ്ഞിട്, അല്ലെങ്കിൽ ഞാനത് അങ്ങോട്ട് വെട്ടിയിട്ടോ, പറഞ്ഞില്ല വേണ്ട. അതെ, തന്നെ എന്തോ ഒരു പ്രതിയെ പോലെ കാണുന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത്. എന്നാൽ പെട്ടെന്ന് അതാ സത്താർ അങ്ങോട്ട് വന്നു. ഉമ്മ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ ഡേറ്റ് ഒന്നും മാറ്റണ്ട, 2-3 ദിവസത്തിനുള്ളിൽ സംഭവം കൊണ്ട് കഴിക്കാം. എന്തേ? ആ മോന് സമ്മതല്ലേ? ഒരിക്കൽ കൂടി സൗദിയോടൊന്ന് പറഞ്ഞ് റെഡിയാക്കിട്ടോ ഞാൻ. ഉമ്മ അവളിഞ്ഞ് റെഡിയാവോ? ഇനിയിപ്പോൾ റെഡി ആയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഓളെ ഞാൻ മാനേജ് ചെയ്തുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. എന്നാൽ സൗദ അതെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞു. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ അവളുടെ ആ നിമിഷങ്ങൾ അവൾ തള്ളി നീക്കി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.